ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ദോഹയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ജോ ദിൽ ഖോജോ അപ്ന മുജ്സ ബുരാ ന കോയി, കബീർ നെ ऐसा क्यों कहा. സ്വന്തം ഉള്ളിൽ തിരഞ്ഞപ്പോൾ എന്നെക്കാളും മോശമായ മറ്റൊരാൾ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് കബീർ ഇങ്ങനെ പറയുന്നത്? हर इंसान हमेशा दूसरों की कमियां ढूंढने में व्यस्त रहता है. എല്ലാ മനുഷ്യരും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും ബിസിയായിരിക്കും. വ്യസ്ത ഹോന, ബിസിയാവുക. ഹമേഷ, ഓൾവേസ്. കമിയ, കുറവുകൾ. ലേക്കിൻ കോയി ഖുദ് കി കമിയ നഹി പഹചാൻത, പക്ഷെ ആരും സ്വന്തം കുറവുകൾ തിരിച്ചറിയുന്നില്ല. कबीरदास कहते हैं कि हमें पहले अपने दिल में खोजना चाहिए, तब हम जान पाएंगे कि हम में भी बहुत बुराई है. കബീർദാസ് പറയുന്നത് ആദ്യം നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിൽ സെർച്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഉള്ളിലും തിന്മകളും കുറവുകളും ഒക്കെ ഉണ്ട് എന്ന്. ഖുദ് ദോഷ്മുക്ത് നാ ഹോക്കർ ബി ദൂസറോं की बुराइयां ढूंढना सबसे बुरी बात है. അതായത് നമ്മൾ സ്വയം ദോഷങ്ങളും കുറവുകളും ഉള്ളവരായിട്ട് പോലും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതും കുറ്റം കണ്ടുപിടിക്കുന്നതും ഒക്കെ വളരെ മോശമായ ഒരു കാര്യമാണ്. दूसरों की बुराइयां ढूंढने से अच्छा है कि हम अपने अंदर की बुराइयों को मिटाएं. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിലും നല്ലത് നമ്മൾ നമ്മുടെ ഉള്ളിലെ തിന്മകളെ തിരിച്ചറിഞ്ഞ് അവയെ മായ്ച്ചു കളയുന്നതാണ്. प्रभुता का महत्व समझाने के लिए कबीर ने किसका सहारा लिया. പ്രഭുതയുടെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി കബീർ എന്തിനെയാണ് ആശ്രയിക്കുന്നത്? कवि के मत में लघुता से प्रभुता मिलती है और घमंड से प्रभु हमसे दूर हो जाते हैं. കവിയുടെ അഭിപ്രായം, മത്, ഒപ്പീനിയൻ, അഭിപ്രായത്തിൽ ലഘുത, അതായത് എളിമ, വിനയത്തിലൂടെയാണ് നമുക്ക് ഈശ്വരന്റെ അടുത്തെത്താൻ കഴിയുക. എന്നാൽ ഘമണ്ട്, അഹങ്കാരം ഉണ്ടെങ്കിൽ പ്രഭുവിൽ നിന്നും ഈശ്വരനിൽ നിന്നും അകന്നു പോവുകയേ ചെയ്യുകയുള്ളൂ. इसका तात्पर्य है कि हम जितने भी श्रेष्ठ क्यों न हो हमें लघुता नहीं छोड़नी चाहिए. ഇതിന്റെ അർത്ഥം നമ്മൾ എത്ര ശ്രേഷ്ഠരായാലും വിനയം അല്ലെങ്കിൽ എളിമ വിട്ടുകളയാനായിട്ട് പാടില്ല. यह व्यक्त करने के लिए कवि चींटी और हाथी का नमूना देते हैं. ഇത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കബീർദാസ് ഉറുമ്പിന്റെയും ആനയുടെയും നമൂന, ഉദാഹരണം നൽകുന്നു. चींटी इतना छोटा होते हुए भी अपने सिर पर मीठी चीनी ले जाता है, किंतु आकार में उससे कई गुना बड़े हाथी के सिर पर मामूली सी धूल रहती है. അപ്പം ചീട്ടി, ഉറുമ്പ് ഇത്ര ചെറുതായിട്ട് പോലും തലയിൽ മധുരമുള്ള പഞ്ചസാരയാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഹാത്തി, ആന, ഉറുമ്പിനേക്കാൾ ഇത്രയും അധികം വലുതായിട്ട് പോലും തലയിൽ നിസ്സാരമായിട്ടുള്ള പൊടിയാണ് ക്യാരി ചെയ്യുന്നത്. മാമൂലി, നിസ്സാരമായിട്ടുള്ള. ദുഃഖ് കാഹേ ഹോയ്, ഇസ്സേ ക്യാ താത്പര്യ ഹെ. ദുഃഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? दुख काहे होय का तात्पर्य है दुख क्यों होगा. कबीरदास के मत में सुख में भी ईश्वर का स्मरण करने वाले लोगों को कभी भी दुख नहीं होता. दुख काहे होय എന്നതിന്റെ അർത്ഥം ദുഃഖം എങ്ങനെയാണ് ഉണ്ടാവുക, എന്തിനാണ് ഉണ്ടാവുന്നത്? കബീർദാസിന്റെ അഭിപ്രായത്തിൽ സന്തോഷത്തിലും സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല. സച്ചാ ശൂർ कैसे बनता है. യഥാർത്ഥ ശൂരനാവുന്നത് എങ്ങനെയാണ്? समाज को विभिन्न हिस्सों में बांटने वाली जाति, वर्ण, कुल आदि जैसे बाधाओं को नजरअंदाज करके सभी लोगों को एक समान मानने वाला इंसान ही सच्चा शूर बनता है. അതായത് സമൂഹത്തിനെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ജാതി, വർണ്ണ, കുൽ, ഈ 3 കാര്യങ്ങൾ, ഇതുപോലത്തെ തടസ്സങ്ങൾ, ബാധകളെ നസറന്ദാസ് കർണ, കണ്ടില്ലെന്ന് നടിച്ച് എല്ലാ വ്യക്തികളോടും
ഒരുപോലെ പെരുമാറുന്ന, എല്ലാ വ്യക്തികളെയും ഈക്വലായിട്ട് പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ശൂരനാകുന്നത്. സമാനാർത്ഥി ശബ്ദ ദോഹെ സെ ഡൂണ്ട്ലെ. അപ്പോൾ സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ള വേർഡ്സ് ദോഹയിൽ നിന്നും എടുത്തെഴുതുക. കോയി, കോയി, ശൂർ, സൂർമ, സംഭാല, സമായി, ढूंढना, खोजो, धूली, धूरी, वर्ण, बरण, स्मरण, सुमिरण, क्यों, काहे, मिला, मिलिया. സമാൻ ആശയ് വാല ചരൺ ദോഹെ സെ ചുൻലെ. സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ള ലൈൻസ് ദോഹയിൽ നിന്ന് എടുത്തെഴുതുക. ദൂസര കോയി ഭൂഖ ന രഹെ, സാധു ന ഭൂഖ ജായ്, സുഖ में कोई स्मरण नहीं करता, सुख में करे न कोई. मैं बुरे लोगों को ढूंढने निकला, बुरा जो देखन मैं चला. हाथी के सिर पर धूली है, हाथी के सिर धूरी. काम, क्रोध और लालच से भक्ति नहीं होती, कामी, क्रोधी, लालची इनते भक्ति न होई. व्याख्या करें. साई इतना दीजिए जामे कुटुंब समाई, मैं भी भूखा न रहूं, സാധു ന ഭൂഖ ജായ്. ഈ രണ്ട് ലൈൻസിന്റെ വ്യാഖ്യ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വ്യാഖ്യ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് എന്ന് നോക്കുക. വ്യാഖ്യ ചോദിക്കുമ്പോഴേ ഫസ്റ്റ് ഈ കബീർദാസിനെ കുറിച്ചിട്ട് ജസ്റ്റ് 1-2 ലൈൻസ് എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് ആക്കിയിട്ട് വേണം ഈ തന്നിട്ടുള്ള ലൈൻസിന്റെ സാരാംശം എഴുതാനായിട്ട്. കബീർദാസ് ഭക്തികാൽ കെ നിർഗുൺ ജ്ഞാൻ ശ്രേയി കവി ഹെ. കബീർദാസ് ഭക്തികാലിലെ നിർഗുൺ ഭക്തി ശാഖയിലെ കവിയായിരുന്നു. ഉൻകി രചനാവോ മേ ഏകേശ്വർവാദ് ഭർപൂർ ഹോത്താ ഹെ. അദ്ദേഹത്തിന്റെ രചനകളിൽ ഏകേശ്വർവാദ് വളരെയധികം ഉണ്ടായിരിക്കും. ഏകേശ്വർവാദ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഈശ്വരൻ. ഉൻകെ ദോഹോ മേ ജാതി പാന്തി ഊഞ്ച് നീച്ച് तथा എന്നാണ് കേട്ടോ, സദാ എന്നല്ല. तथा सामाजिक रूढ़ियों का विरोध करके धार्मिक भेदभाव को दूर करने का ആഹ്വാൻ होता है. അദ്ദേഹത്തിന്റെ ദോഹകളില് ജാതിയുടെയും അതുപോലെ തന്നെ ഉയർന്നവൻ താഴ്ന്നവൻ എന്നൊക്കെയുള്ള ഈ സാമാജിക് റൂഢിയ, സമൂഹത്തിലെ ഒരുപാട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഈ റൂൾസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ധാർമ്മിക് ഭേദ്ഭാവ്, ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള വ്യത്യാസങ്ങളെ ദൂരീകരിക്കാനുള്ള ആഹ്വാനമാണ് ഉണ്ടാവുക. प्रस्तुत दोहे में कवि ईश्वर से प्रार्थना करते हैं कि उसे केवल आवश्यकता के अनुसार धन मिल जाए. ഇവിടെ തന്നിട്ടുള്ള ദോഹയില് കവി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള പണം മാത്രം തന്നാൽ മതി. കബീർദാസ് मनुष्य को धन के प्रति अधिक लालच न करने की प्रेरणा देते हुए कहते हैं, ईश्वर इतना धन दो कि व्यक्ति अपने परिवार का പാലൻ പോഷൻ ആസാനി സെ കർ സക്കെ. കബീർദാസ് മനുഷ്യരോട് ആഹ്വാനം ചെയ്യുകയാണ് ധനത്തെ പ്രതി അധികം ലാലച്ച്, അത്യാഗ്രഹം കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത്? ഓരോ വ്യക്തിക്കും അവരുടെ പരിവാറിനെ, അവരുടെ കുടുംബത്തിനെ പാലിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ധനം മാത്രം നൽകിയാൽ മതി. അപ്പൊ ഈ സെന്റൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മനുഷ്യക്കോ ധൻ കെ പ്രതി അധിക് ലാലച്ച്. അപ്പോൾ ഇതില് ധൻ കഴിഞ്ഞിട്ട് ഒരു അധിക് വന്നിട്ടുണ്ട്, അത് എക്സ്ട്രാ ആണ്, അതില്ല കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നുള്ളത്. ധൻ കെ പ്രതി അധിക് ലാലച്ച് ന കർണേ കി പ്രേരണ. അങ്ങനെയാണ്. मेरे परिवार को कभी भूखा न रहना पड़े, ना ही मेरे घर में आए किसी साधु को भूखा लौट जाना पड़े. അപ്പൊ എൻ്റെ വീട്ടിലും പട്ടിണി ഉണ്ടാവരുത്, എൻ്റെ വീട്ടിലേക്ക് വരുന്ന സാധു, സന്യാസി ആയിട്ടുള്ള വ്യക്തിയും പട്ടിണിയായിട്ട് തിരിച്ചു പോകാനിടയാകരുത്. അർത്ഥാത് അധിക് ധൻ ഏകത്ര കർണ ആവശ്യക് നഹി ഹെ. അപ്പം ഇതിൽ മൊത്തമായിട്ട് കബീർദാസ് ഉദ്ദേശിക്കുന്നത് അധികം ധനം ഏകത്ര കർണ, കളക്ട് ചെയ്ത് വെക്കുന്നത് ആവശ്യം അല്ല. അതായത് കബീർദാസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ പണം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അത് സേവ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുള്ളൂ. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള പണം മാത്രം നമുക്ക് തന്നാൽ മതി എന്ന് ഈശ്വരനോട്,
തന്നാ മതി എന്ന് ഈശ്വരനോട് കബീർദാസ് പ്രാർത്ഥിക്കുകയാണ്. യേ തത്വ കിൻ കിൻ ദോഹോ സെ സംബന്ധിത് ഹെ. താഴെ തന്നിട്ടുള്ള തത്വങ്ങൾ ഏതെല്ലാം ദോഹയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അഹം ദൂർ ഹോനെ സെ മഹത്വ ബഡ്താ ഹെ. ലഘുദാ സെ പ്രഭുദാ മിലെ പ്രഭുദാ സെ പ്രഭു दूरी. सुख और दुख में स्मरण करना है. जो सुख में सुमिरन करे तो दुख काहे होय. अपने को पहचानने वाला सच्चा ज्ञानी है. जो दिल खोजो अपना मुझसा बुरा न कोई. जीवन की शांति सादगी में है. लघुदा से प्रभुदा मिले प्रभुदा से प्रभु दूरी. चीटी ले शक्कर चली हाथी के सिर धूरी. समभाव शूर का लक्षण है. कामी क्रोधी लालची इनते भक्ति न होई. भक्ति करे कोई सूरमा जाति बरन कुल खोई. जो सुख में सुमिरन करे तो दुख काहे होय. अपना വിചാർ പ്രകട് करे. സുഖത്തിൽ ഈശ്വരനെ സ്മരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക എന്ന് കബീർ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായമാണ് ഇവിടെ എഴുതേണ്ടത്. कबीरदास कहते हैं कि दुख में हम सब ईश्वर को स्मरण करते हैं, लेकिन सुख के अवसर पर कोई ईश्वर का स्मरण नहीं करता है. കബീർദാസ് പറയുന്നത് ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും ഈശ്വരനെ സ്മരിക്കുന്നു, പക്ഷെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ ആരും തന്നെ ഈശ്വരനെ സ്മരിക്കുന്നില്ല. कवि पूछते हैं कि जो लोग सुख में भी ईश्वर का स्मरण करते हैं उनको दुख कैसे होगा. കവി ചോദിക്കുന്നത് സുഖത്തിലും ഈശ്വരനെ സ്മരിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക. അർത്ഥാത് ഹമേശ ഈശ്വർ സ്മरण में रहने वालों को दुख कभी नहीं होता. यहाँ ईश्वर स्मरण की जरूरत कवि हमें बताते हैं. അതായത് എപ്പോഴും ഈശ്വര സ്മരണയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവുന്നില്ല. കവി ഇവിടെ ഈശ്വര സ്മരണയുടെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, കാരണം താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ കബീർദാസിന്റെ കുറച്ച് ദോഹകൾ കളക്ട് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ഈസിലി അവൈലബിൾ ആണ്. ആൻഡ് അത് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ദോഹയുടെ ആലാപ് ചെയ്യാനാണ്. അത് ഈ ദോഹ ചൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചില ആക്ടിവിറ്റീസ് കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഇങ്ങനെ അസൈൻമെൻറ്റ്സ് പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, അസൈൻമെൻ്റ് ആയിട്ട് ചിലപ്പോൾ തന്നേക്കാം, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.